വെൽക്കം ബാക്ക് ഗൈസ്. സോ നിങ്ങൾ ഈ ഇടയ്ക്ക് തന്നെ റീൽസിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവും നമ്മുടെ ദിയ യുടെ ഒരു കേസ്. അവരെ ഹോബയോസി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥാപനത്തിൽ നിന്ന് അവിടെ ജോലിക്ക് നിന്ന 3 പെൺകുട്ടികൾ അവരെ പറ്റിച്ച ഒരു കേസ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൃഷ്ണകുമാറിൻ്റെ മകള്. അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയാണ്, എല്ലാവർക്കും അറിയാം. അപ്പോൾ എസ്പെഷ്യലി ഗേൾസിന്, ലേഡീസിന് എല്ലാവർക്കും അറിയാം അവരുടെ കാര്യങ്ങൾ. അവരൊരു 4 പെൺമക്കളുടെ കാര്യങ്ങൾ അവരെല്ലാവരും ആക്റ്റീവാണ് സോഷ്യൽ മീഡിയയിൽ. എല്ലാവർക്കും അറിയാമെന്നാലും ഞാൻ പറയാണ്, കൃഷ്ണകുമാർ എന്ന BJP സ്ഥാനാർത്ഥിയൊക്കെ ആയിരുന്നു. അവരുടെ മകളാണ്, സിനിമാ നടനാണ്. സത്യം പറഞ്ഞാൽ ഇവരെ ഇത് ന്യൂസ് അറിയാത്ത ആൾക്കാരെ കാര്യങ്ങളാണ്. അവർക്കൊരു ഷോപ്പുണ്ട്. അവിടെ നിന്നിരുന്ന 3 തൊഴിലാളികൾ, അവർ പേരൊന്നും ഞാൻ എടുത്ത് പറഞ്ഞില്ല. അവർ QR കോഡ് സ്കാമാണ് ചെയ്തിട്ടുള്ളത്. അതായത് കമ്പനിയുടെ QR കോഡ് കൊടുക്കാത്തതിന് പകരം ഇവർ പേഴ്സണലി ഇവരെ QR കോഡ് വെച്ച് കൊടുക്കും, എന്നിട്ട് അവരുടെ അക്കൗണ്ടിലേക്ക് പൈസ വാങ്ങും. അപ്പോൾ അത് അങ്ങനെ ഇവർ ശ്രദ്ധിക്കാണ്ട് പോയി. ഇപ്പോൾ ഒരു കൊല്ലമായിട്ടാണ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ദിയ എല്ലാവർക്കും ചിലപ്പോൾ അറിയായിരിക്കും, പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് അത് കാര്യമായിട്ട് ശ്രദ്ധിക്കാൻ പറ്റിയിരുന്നില്ല. അങ്ങനെ സംഭവിച്ചു. ഇപ്പോൾ ഈ 2 ദിവസമായിട്ട് ഇതൊക്കെയാണ് കാര്യങ്ങൾ നടന്നുകൊണ്ട് പോകുന്നത്. അവരുടെ അടുത്ത് വിളിച്ച് സംസാരിച്ചപ്പോൾ അവർ ഓൺ ദ സ്പോട്ട് 8 ലക്ഷത്തി സംതിങ് രൂപ അപ്പം തന്നെ കൊടുത്ത് സെറ്റിൽമെൻറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. ബാക്കിയുള്ള ക്യാഷ് ചോദിച്ചപ്പോൾ പിന്നെ തരാം എന്ന് പറഞ്ഞ് പോയ ആൾക്കാരല്ല പിന്നെ ഇവരെടുത്ത് സംസാരിച്ചത്. പിന്നെ അവർ ഈ ഒരു ഇഷ്യൂ അന്ന് രാത്രി, അതായത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവർക്ക് മനസ്സിലായി ഇവിടെ ഒരു പ്രോബ്ലം ഉണ്ട്, പൈസ പോകുന്നുണ്ട് എന്നുള്ളത് ഇവർക്ക് ഡൗട്ട് തോന്നി. അപ്പോൾ ഈ പെണ്ണ് എന്ത് ചെയ്തു, ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടു, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഡൗട്ട് ഉണ്ട്, പൈസ ഇങ്ങനെ സ്കാം ആവുന്നൊരു ഡൗട്ട് ഉണ്ട്. അപ്പം നിങ്ങൾ ആരെങ്കിലും എൻ്റെ സ്റ്റാഫുകൾ പറയുമോ, അതായത് എൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ടോളൂ എന്ന് പറയുമോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി നിങ്ങൾ അവരെ അക്കൗണ്ടിലേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ അതൊന്നും നിങ്ങളൊന്ന് മെസ്സേജ് അയച്ചോ, സ്ക്രീൻഷോട്ട് അയച്ചോ, നിങ്ങൾ പറയണം എന്ന് പറഞ്ഞപ്പോൾ അവർ നോർമലി ഇങ്ങനൊരു ഡൗട്ട് ഉണ്ടായപ്പോൾ, നോർമലി ഇപ്പോൾ ഒരു സ്ഥാപനത്തിൽ ചിലപ്പോൾ 2000 രൂപ, 3000 രൂപ, 5000 രൂപ, കൂടിയ 10000 രൂപ പോയിട്ടുണ്ടാവാം. ചിലത് മനഃപൂർവ്വമായിരിക്കാം. ചില കേസുകളിൽ ഇപ്പോൾ പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഗൂഗിൾ പേ വർക്ക് ആവുണ്ടാവും, ചിലപ്പോൾ 1000, 500 രൂപ ചിലപ്പോൾ അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടാവും, പിന്നെ അതങ്ങനെ പോയിട്ടുണ്ടാവും. അതൊക്കെ സ്വാഭാവികമായിട്ടൊരു സ്ഥാപനത്തിൽ നടക്കുമ്പോൾ ഉണ്ടാകുന്ന കാര്യം. ഞാനും ഒരു മൊബൈൽ ഷോപ്പിൽ പണ്ട് വർക്ക് ചെയ്തിരുന്നു. ചിലപ്പോൾ നമ്മളെ ഗൂഗിൾ പേയിലേക്ക് ചിലപ്പോൾ ഈ കസ്റ്റമർ വണ്ടിയിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഈ സ്ഥാനം കൊണ്ടു കൊടുക്കുമ്പോൾ ചിലപ്പോൾ QR കോഡിൻ്റെ ആ ഒരു സ്കാനറിൻ്റെ ഒരു സാധനം ഉണ്ടാവുമല്ലോ, അത് കൊണ്ടുപോയിട്ടുണ്ടാവും. അപ്പോൾ നമ്മളെ ഫോണിലേക്ക് പറഞ്ഞു കൊടുക്കും. ചിലപ്പോൾ നമ്മൾ ആ ഷോപ്പിൻ്റെ നമ്പർ കാണാണ്ട് അറിയില്ലായിരിക്കും. അപ്പോൾ നമ്മൾ നമ്പർ അറിയിക്കും. നോർമലി ചിലപ്പോൾ നമ്മളത് മറക്കും, പറയാൻ പറ്റില്ല. ഈ ചെറിയ കുഴപ്പമില്ലാത്ത ഷോപ്പുകളിലൊക്കെ ഡെയിലി അവർ ക്ലോസ് ചെക്ക് ചെയ്യും. ഈവനിങ് ആകുമ്പോൾ ക്ലോസ് ചെയ്തിട്ട്, അക്കൗണ്ട്സ് ക്ലോസ് ചെയ്തിട്ട് പോകുള്ളൂ. ബാക്കിയുള്ള ഷോപ്പുകൾ പോലല്ല, കുറച്ച് വലിയ ഷോപ്പുകൾ ക്ലോസ് ചെയ്തിട്ട് അപ്പോൾ അവർക്ക് പെട്ടെന്ന് പിടിക്കാൻ പറ്റും. ചിലപ്പോൾ ഒരു 3, 4 അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് പോകുന്ന ഷോപ്പുകൾ ക്ലോസ് ചെയ്യുമ്പോൾ ഈ റീറ്റെയിൽ കടകളിൽ വർക്ക് ചെയ്യുന്നവർക്കും അവിടെ നടത്തുന്ന ആൾക്കാർക്കും അറിയാൻ പറ്റും ഈ സംഭവം. ഈ പറഞ്ഞ മാതിരി പെട്ടെന്ന് പിടിക്കാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മൾ മൈനസും പ്ലസും ആയിട്ടൊക്കെ ആയിരിക്കും പോകും. അത് പിന്നെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോവും. അപ്പം അങ്ങനെ സംഭവിച്ചാണെന്ന് ഇവരും വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പോസ്റ്റ് ഇട്ടിടനെ 100-ൽ പരം ആൾക്കാർ, ചില നേരത്തൊക്കെ അവർ 1000 എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ 100-ൽ പരം ആൾക്കാർ എന്തായാലും മെസ്സേജ് അയച്ചിട്ടുണ്ട്. സ്ക്രീൻഷോട്ടിൽ ഞങ്ങളിൽ നിന്ന് അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ട്, 7000, 5000, 3000 വെച്ചിട്ട് വാങ്ങിച്ചിട്ടുണ്ട് പറഞ്ഞിട്ട്. അപ്പോഴാണ് ഇവർ ഇതിൻ്റെ ഒരു വ്യാപ്തി മനസ്സിലാക്കണത്. എന്നിട്ട് അവരെ വിളിച്ച് സംസാരിച്ചപ്പോൾ ഇവർ സമ്മതിച്ചു, ഇങ്ങനെ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട്. എന്നിട്ട് സെറ്റിൽമെൻ്റ് ആയിട്ട് അവർ കൊണ്ടുവന്ന പൈസ 8 ലക്ഷത്തി സംതിങ് രൂപയാണ് ഓൾറെഡി കൊടുത്തത്. ഓഡിറ്ററാണ് ഇത് മനസ്സിലാക്കുന്നത്. അതായത് സ്റ്റോക്ക് വരുന്നുണ്ട്. ഇത് അക്കൗണ്ട്സിൻ്റെ ആൾക്കാർക്ക് പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവും. സ്റ്റോക്ക് വരുന്നുണ്ട്, അപ്പം അതിനനുസരിച്ചുള്ള ഇൻകം വരുന്നില്ല. സ്റ്റോക്ക് വരുന്നുണ്ട്, തീരുന്നുണ്ട്, പക്ഷേ നമ്മൾ ഈ പ്രോഫിറ്റോ അല്ലെങ്കിൽ സെയിൽസോ അത്രയും നടക്കുന്നില്ല. അപ്പം അതിനൊരു തിരിമറി ഉണ്ടെന്നുള്ള ഓഡിറ്റേഴ്സ് മനസ്സിലാക്കിയിട്ടാണ് ഈ ഓഡിറ്റേഴ്സ് ദിയോട് സംസാരിക്കുന്നത് തന്നെ. പക്ഷെ എന്തായാലും ഇവരെ പ്രശ്നം എന്താ വെച്ചാൽ, ഇവർ ചെയ്ത മണ്ടത്തരം എന്താണെന്ന് വെച്ചാൽ, ഒരു ചെറിയൊരു ലെവലിലൊക്കെ ആണെങ്കിൽ ഇതിങ്ങനെ പെട്ടെന്ന് കണ്ടുപിടിക്കില്ല. ചിലപ്പോൾ എന്തെങ്കിലും സ്റ്റോക്കിൻ്റെ ഇഷ്യൂ അല്ലെങ്കിൽ കുറച്ച് റൈറ്റ് ഓഫ് ചെയ്തിട്ട് അങ്ങനെ കുറേ ഇതിൽ നിൽക്കും. പക്ഷെ ഇവരെന്താ വെച്ചാൽ, പൈസ കിട്ടി തുടങ്ങിയപ്പോൾ ഇവർക്ക് ആക്രാന്തം മൂത്തു. ഇവർ നൈസായിട്ട് ഇതിങ്ങനെ ഇടയ്ക്കും തലയ്ക്കും വെച്ച് ഇങ്ങനെ വാങ്ങാൻ തുടങ്ങി.
നമുക്ക് ഒരു സെറ്റിൽമെന്റിന് 8 ലക്ഷം രൂപ അറേഞ്ച് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അവരുടെ അത്രയും പൈസ അവര് എടുത്തിട്ടുണ്ടാവും. ഓൺ ദ സ്പോട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പൈസ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇവരത് മാന്യമായിട്ട് എവിടെയും പറഞ്ഞു. ഇവരോട് ചോദിച്ച് സ്വാഭാവികമായിട്ട് നമ്മളിന്ന് പൈസ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ മോളെ അത് തരണം അങ്ങനെയൊന്നും പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല. കുറച്ച് ആവശ്യമായിട്ടൊക്കെ നമ്മൾ സംസാരിക്കുള്ളൂ. അങ്ങനെ തന്നെ സംസാരിക്കുള്ളൂ. ഈ പുറത്തു വരുന്ന എല്ലാ ക്ലിപ്പുകളും ഇവര് പറഞ്ഞിട്ട് ഭയങ്കരമായി സംസാരിക്കുന്നു, മറ്റാണ് മറിച്ചാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഒരു വ്യക്തിയുടെ കാശ് തട്ടിച്ചിട്ടുണ്ടെങ്കിൽ അവരെ ഏത് രീതിയിലേ സംസാരിക്കാൻ പറ്റൂ, പ്രഷർ അടിച്ച് സംസാരിക്കാൻ പറ്റുന്ന ആ രീതിയിലേ അവർ സംസാരിച്ചിട്ടുള്ളൂ. അത് 1.5 കട്ടയാണ്. അത് കയ്യിലെ കാശ് പോകുന്നവർക്ക് മാത്രമേ അത് മനസ്സിലാവാൻ പറ്റുള്ളൂ. മനസ്സിലായോ? അപ്പോ ആ ഒരു രീതിയിലാണ് ഇവര് അറ്റംപ്റ്റ്. ആ പൈസ കൊടുത്ത് തിരിച്ച് എത്തിയപ്പോ ഇവരെന്ത് ചെയ്തു? ഇവർക്ക് മൊത്തം പൈസ കിട്ടണമെന്നായി. ഓഡിറ്റ് നടന്ന് നോക്കിയപ്പോ 69 ലക്ഷം രൂപകൾ ഇവിടെ നിന്ന് മിസ്സായിട്ടുണ്ട്. സത്യത്തിൽ എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് അനുസരിച്ചിട്ട് 69 ലക്ഷം രൂപ അവരെ കൈ കിട്ടിയിട്ടില്ല. അവരെ കയ്യിൽ ചിലപ്പോൾ 8 ലക്ഷം രൂപ ഓൺ ദ സ്പോട്ട് സെറ്റിൽമെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ 20 ലക്ഷം രൂപ 25 ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ടാവുള്ളൂ. 69 ലക്ഷം രൂപ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവരെ കിളി പറയുന്നുണ്ട്. കാരണം വെച്ചാൽ ഇവരെടുത്തതിൻ്റെക്കാൾ ഇരട്ടിയാണ് ഇവർ പറയണത്. മനസ്സിലായോ? അപ്പൊ ഇവര് കിളി പാറിയിട്ടാണ് ഇവര് പറഞ്ഞ് ഞങ്ങൾ ഇത്ര പൈസ എടുത്തിട്ടില്ല, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് തിരിച്ച് ഭീഷണിയായിട്ട് വന്നത്. ആ ഭീഷണി വന്നപ്പോഴാണ് കൃഷ്ണകുമാർ പോയിട്ട് കേസ് കൊടുത്തത്. ആ കേസ് കൊടുത്തതിന് കൗണ്ടർ കേസായിട്ട് ഇവര് തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞ് കേസ് കൊടുക്കുകയും ചെയ്തു. എന്തായി? ഇപ്പൊ ഇവര് തന്ന വീഡിയോന്റെ എല്ലാ തെളിവുകളും പുറത്തു വന്നു. ഇവര് പറഞ്ഞ ആ വീഡിയോയിൽ ഇപ്പൊ ഞങ്ങൾ സമ്മതിക്കുന്നത് ഇവരൊക്കെ ഭീഷണിപ്പെടുത്തിയതാണ്. ഇവര് പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും പറച്ചിൽ മാത്രമേ ഉള്ളൂ, തെളിവില്ല. ഇപ്പൊ ദീ ആയാലും കൃഷ്ണകുമാറായാലും പറയണ കാര്യങ്ങൾക്ക് തെളിവുകളുണ്ട്. ഓക്കെ, അവര് സമ്മതിച്ചിട്ടുണ്ട്, അവർ ഇത്ര പൈസ എടുത്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്, അവർ QR കോഡ്, എല്ലാത്തിനും അവർ തെളിവുകളുണ്ട്. തെളിവുകളില്ലാതെ പെണ്ണുങ്ങൾക്ക് എന്ത് വേണേ പറയാം. ഇപ്പൊ ഒരു കാര്യം പറഞ്ഞാൽ അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാര് ലേഡി ആയതുകൊണ്ടാണ് ഇത്ര വലിയ പ്രശ്നമില്ലാണ്ട് പോകുന്നത്. അതല്ല വേറെ ആണെങ്കിൽ ഇപ്പൊ ഈ പെണ്ണുങ്ങൾ കൂടെ ആൾക്കാർ നിൽക്കുള്ളൂ. പക്ഷെ ഇവര് ചെയ്ത മണ്ടത്തരമാണ്. ഇവര് കട്ടപ്പൂര കയ്യിൽ നിന്ന് പോയി. സത്യത്തിൽ മൊത്തത്തിൽ പൊക്കി. ഇതിപ്പോ നാണം കെട്ടുന്നതാണ്. ഇപ്പൊ എന്തായി? മൊത്തത്തിൽ ഇവര് പണിയായി. ഇവര് എടുത്തതിനേക്കാൾ ഇരട്ടി പൈസ കൊടുക്കേണ്ടി വരുന്ന സിറ്റുവേഷനിലുകൊണ്ടാണ് ഇവര് ഫൈറ്റ് ചെയ്യുന്നത്. ഇവര് കൗണ്ടർ കേസ് കൊടുക്കുന്നതിനും എല്ലാം അതുകൊണ്ടാണ്. പക്ഷെ ഇവര് ഓൾറെഡി ലോക്കായി. ഇവർക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇവര് ഏതോ വക്കീലിന്റെ അടുത്ത് പോയിട്ട് ആ വക്കീലിനെ ആശിട്ടാൻ വേണ്ടി ഇങ്ങനെ എന്തായാലും നിങ്ങൾ പെട്ട്, അപ്പൊ അതിനേക്കാളും കുറച്ചും കൂടി കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനു വേണ്ടിയാണ് ഈ വക്കീലിന്റെ ബുദ്ധിയാണ് ഈ ജാതി കേസൊക്കെ വന്നിട്ടുള്ളത്. കൃഷ്ണകുമാർ BJP ആണല്ലോ. അപ്പൊ പുള്ളിക്ക് എന്താ ഈ വക കേസുകളൊക്കെ എടുത്തിട്ട് കഴിഞ്ഞാൽ പുള്ളി കുറച്ച് കാലത്തേക്ക് ഒന്ന് സ്ട്രഗിൾ ആയിക്കോളും എന്ന് വിചാരിച്ചിട്ടുണ്ട് ഇതൊക്കെ എടുത്തിരുന്നത്. ഇത് നോർമലി എല്ലാ കേസിലുണ്ടെന്ന് ഈ ജാതി കേസൊക്കെ എടുത്തിരുന്നത് ഇവർക്കൊന്ന് സ്ട്രഗിൾ ചെയ്യാൻ വേണ്ടി. പക്ഷെ മക്കളെ, നിങ്ങൾ പെട്ടു. നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല, നിങ്ങൾ പെട്ടു. നിങ്ങൾ അവിടെ നിന്ന് എടുത്ത പൈസക്കൊക്കെ തെളിവുണ്ട്. നിങ്ങൾ പറഞ്ഞല്ലോ അത് ഇപ്പൊ ടാക്സ് വെട്ടിക്കാനാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്, മറ്റാണ് പറഞ്ഞിട്ടുള്ളത്. എന്തിനെങ്കിലും എന്തായാലും ദിയ സ്ഥിരമായിട്ട് കടയിൽ വരുന്ന ഒരാളല്ല. എപ്പോഴും വാട്സപ്പിലും CCTV നോക്കുന്ന ആളാണ്. ഇനി അഥവാ പൈസ നിങ്ങളെ അക്കൗണ്ടിലേക്ക് വാങ്ങിച്ചു എന്നുള്ളത് ഈ 1000 സ്ക്രീൻഷോട്ട്സ് വന്നിട്ടുണ്ടെങ്കിൽ അതിലൊരു 10 എണ്ണത്തിലെങ്കിലും ദിയ പറഞ്ഞ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ സ്ക്രീൻഷോട്ട് നിങ്ങളെ അക്കൗണ്ടിലേക്ക് വാങ്ങിച്ചു എന്നുള്ള ഒരു വോയിസ് എങ്കിലും ഉണ്ടാവില്ലേ? ഇനി വാട്സപ്പിലല്ല വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദിയ പറഞ്ഞിട്ട് നിങ്ങൾ കോൾ ചെയ്തോ. കോൾ ചെയ്യുമ്പോൾ ഈ സൈബർ സെല്ലിൽ കൊടുത്തു കഴിഞ്ഞാൽ കോൾ റെക്കോർഡ്സ് കിട്ടും. അതിൽ കണ്ടുപിടിക്കാലോ. അവര് പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും ചെക്ക് ചെയ്താൽ അവരുടെ തലേക്ക് തന്നെയാണ് വരുന്നത്. അത് അവർ മനസ്സിലാക്കുന്നില്ല. അല്ലെങ്കിൽ ഈ സാധനത്തിനെ, അതായത് ഇപ്പൊ നമ്മളൊരു കുറച്ച് പ്രശ്നങ്ങൾക്ക് മുമ്പിലേക്ക് കുറച്ച് പ്രശ്നങ്ങൾ ഇട്ടെങ്കിൽ ഒരു പുകമറ സംഭവിക്കും. ആ പുകമറ സംഭവിച്ചു കഴിഞ്ഞാൽ കേസിനെ കുറച്ചാൾ കൂടി നീട്ടിക്കൊണ്ടുപോകാൻ പറ്റും. അതിനു വേണ്ടി അവർ ചെയ്യുന്നത്. പക്ഷെ എങ്ങനെയൊക്കെ നീട്ടിക്കൊണ്ടുപോയാലും ഈ QR കോഡ് കേസിൽ ആ തൊഴിലാളികൾ പെടും. അത് അവർക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഈ ജാതി കേസും കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഈ കൃഷ്ണകുമാർ BJP ആയതുകൊണ്ട് അവരതൊന്നും എറിഞ്ഞിട്ട് നോക്കണം. പേഴ്സണലി കൃഷ്ണകുമാറിനോടോ അല്ലെങ്കിൽ കൃഷ്ണകുമാറിന്റെ മക്കളോടൊന്നും എനിക്കും വലിയ താല്പര്യമൊന്നുമില്ല. ഒന്ന് പറയുകയാണെങ്കിൽ കൃഷ്ണകുമാറിന്റെ പാർട്ടിയോട് എനിക്ക് യാതൊരു താല്പര്യമില്ല. പക്ഷെ നമ്മൾ ഒരു കാര്യത്തെ ചർച്ച ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ന്യായം കൂടി നിൽക്കുമ്പോൾ ഈ കൃഷ്ണകുമാറിന്റെയും ദിയരെ കൂടെ നിൽക്കാൻ പറ്റുള്ളൂ. ഇവര് പറഞ്ഞ ഒരു മുതലാളി തൊഴിലാളികളിൽ ഒരു ഭയങ്കര ഹാർഷായിട്ട് സംസാരിക്കുന്നത് ഫ്രണ്ട്ലി അല്ല എന്ന് പറയണം. നിങ്ങളൊരു സ്ഥാപനം നടത്തി നോക്ക്. നിങ്ങൾക്ക് തൊഴിലാളികളുടെ തൊഴിൽ കഴിഞ്ഞിട്ടൊന്നും ജീവിക്കാൻ പറ്റില്ല. അത്
അത് ലേഡീസിന് അത് പണി ചെയ്ത് ശീലം വേണേ. ഇപ്പൊ നമ്മളൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ, നമ്മൾ മാനേജറുടെ കീഴിൽ വർക്ക് ചെയ്യുമ്പോൾ അവരെ ചീത്ത പറയും കേൾക്കണം. മാനേജർക്കും പേഴ്സണലി നമ്മളോടൊന്നും ഇല്ലാന്നോ, അവർക്ക് അവരെ ജോലി അടക്കണം. മിക്ക മാനേജേഴ്സും കാര്യങ്ങൾ ആൾക്കാർ ഓണേഴ്സിന്റെ ഒക്കെ ഓഫീസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ വേറെ സ്വഭാവമായിരിക്കും. കാരണം ഓഫീസിൽ അവർക്ക് നിങ്ങളെ തോളിൽ കൈയിടാൻ ഉമ്മം വയ്ക്കാനൊന്നും പറ്റില്ല. അവർക്ക് അവരുടേതായ പ്രഷറുകളുണ്ട്, അവർക്ക് കാര്യം നടക്കണം. അല്ലാണ്ട് നിങ്ങളെ സൂചിപ്പിക്കാനൊന്നും അവർക്ക് പറ്റില്ല. പിന്നെ നിങ്ങൾ അത്രയും പ്രഷർ അടിച്ചിട്ട് അത്രയും ബുദ്ധിമുട്ടി നിങ്ങൾ എന്തിനാ അവിടെ ജീവിക്കണേ? ഒരു കൊല്ലമായിട്ട് ഈ തട്ടിപ്പടക്കും. നിങ്ങൾ അതിനേക്കാൾ മുമ്പുള്ള സ്റ്റാഫുകളല്ലേ. നിങ്ങളൊരു മാസം അയാൾ ഭയങ്കര ആശ്രയിച്ച് സംസാരിക്കും, നിങ്ങൾ ആ ജോലി വിട്ട് പോകണം. നിങ്ങൾക്ക് ആ ജോലി വിട്ട് പോകാനും പറ്റില്ല, ഇവരെ സ്വഭാവം പിടിക്കില്ല. എന്നിട്ട് പിന്നെ നിങ്ങൾ അവിടുത്തെ പൈസ QR കോഡ് നിങ്ങൾ അക്കൗണ്ടിലേക്ക് കൊണ്ടുവരണം. നിങ്ങൾ അത്രയും വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കാരൊന്നുമല്ലല്ലോ നിങ്ങൾ അക്കൗണ്ടിലേക്ക് പൈസ വന്നു കഴിഞ്ഞാൽ, അനാവശ്യ പൈസ കഴിഞ്ഞാൽ ആൾക്കാർ ചോദിക്കും എന്നുള്ളത് പറയാനായിട്ട്. ഇനി ഒന്നും വേണ്ട, നിങ്ങളെ ഭർത്താക്കന്മാരായിട്ട് സംസാരിക്കുന്നില്ല. ഭർത്താക്കന്മാർക്ക് അറിയാലോ എന്താണ് കാര്യങ്ങൾ നടക്കണമെന്ന്. ഇതൊന്നും വില പോവില്ല. നിങ്ങൾ ഉറപ്പായിട്ടും പെടും. നിങ്ങൾ എന്തായാലും പെടും. ഇനിയിപ്പോ നിങ്ങൾ ആ വീട്ടിൽ കൊണ്ടുപോയിട്ട് നിങ്ങളെ ഭീഷണിപ്പെടുത്തി, അങ്ങനെയാണ്, അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ തട്ടിക്കൊണ്ട് പോയിട്ട് അവിടെ ഭീഷണിപ്പെടുത്തിയാണ് പറഞ്ഞത്. നിങ്ങളുടെ ബോഡി ലാംഗ്വേജിൽ ചോറ് തിന്നുന്ന ആൾക്കാർക്ക് മനസ്സിലാവും ഇത് എങ്ങനെയാണ് പറയിപ്പിക്കുക എന്നുള്ളത്. ഒരു വീഡിയോ കാണുമ്പോൾ, സംസാരിക്കുമ്പോൾ അവരെ ബോഡി ലാംഗ്വേജ് ഇട്ട് അവിടെ സംസാരം വെച്ച് ഇത് പെയ്ഡാണോ, അല്ലെങ്കിൽ ഇത് അഭിനയമാണോ, അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ട് വരുന്നൊന്നും നിങ്ങളെ കണ്ണും നിങ്ങളെ മുഖം കണ്ടറിയാൻ നിങ്ങളെ കയ്യിൽ നിന്ന് പോയിരിക്കാന്ന്. നിങ്ങളത് എങ്ങനെയെങ്കിലും ഒഴിവാക്കും. നിങ്ങളുടെ കാര്യം പോട്ടെ, നിങ്ങളെ വീട്ടുകാരും നിങ്ങളെ ഭർത്താവിന്റെ വീട്ടുകാരും ഒക്കെ നാണം കെട്ടും ഓൾറെഡി. ആ സമയത്ത് നിങ്ങളെ മുഖഭാവം സംസാരിക്കുന്ന ഒക്കെ അതാണ്. ഇനി ഒക്കെ പോട്ടെ, അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു വീഡിയോ കൂടി വൈറലാണ്. അത് പക്ഷെ നിങ്ങളെ കൂട്ടത്തിലുള്ള ആരാണ് വീഡിയോ എടുത്തത്, പക്ഷെ ആ സാധനം കൂടി ലീക്കായി പോയി. നിങ്ങൾ 50,000 വെച്ച് എടുത്തിട്ടുണ്ടെന്ന് സമ്മതിക്കുന്ന ഒരു വീഡിയോ. നിങ്ങൾക്ക് ആരെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാനത് അയച്ചുതരാം. എന്റെ ഇൻസ്റ്റാഗ്രാമിൽ വന്ന് എടുക്കണേ, ഞാനത് ഷെയർ ചെയ്തിട്ടുണ്ട്. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ എന്തായാലും അത് സമ്മതിച്ചേ പറ്റുള്ളൂ. പൈസ എടുത്തിട്ടുണ്ടെങ്കിൽ സമ്മതിക്കുക. ഇത് ഇത്രയും പ്രശ്നമാവില്ല. നിങ്ങൾ ആ പൈസ എടുത്തിട്ടുണ്ടെങ്കിൽ ഇത്ര രൂപയാണ് എടുത്തിട്ടുള്ളത്. ഞങ്ങൾ സ്റ്റേറ്റ്മെന്റ് നോക്കിയിട്ട് നിങ്ങളെ പൈസ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളിൽ നിന്ന് എന്തൊക്കെ പൈസ വന്നിട്ടുണ്ടോ അതൊക്കെ ഞങ്ങൾ തിരിച്ചു തരാം എന്ന് പറഞ്ഞ് ഈ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. പക്ഷെ ആ 8 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഇത്രയും ഇനിയും പൈസ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളെ കയ്യിൽ നിന്ന് പോയി. നിങ്ങളപ്പോൾ ഭർത്താക്കന്മാരെ കൊണ്ടും അല്ലെങ്കിൽ വക്കീലിന്റെ അഭിപ്രായം എടുത്തിട്ടും തിരിച്ചു പറഞ്ഞു ഞങ്ങൾക്കൊന്നും തരാൻ പറ്റില്ല, ഞങ്ങൾ തിരിച്ച് കേസ് കൊടുക്കും മറ്റാണെന്ന് പറഞ്ഞപ്പോഴാണ് പിറ്റേ ദിവസം കൃഷ്ണകുമാർ പോയിട്ട് കേസ് കൊടുക്കുന്നത്. അതായത് നിങ്ങളൊരു കൗണ്ടർ കേസും കൊടുത്തു. നിങ്ങൾ കൗണ്ടർ കേസ് കൊടുത്തു എന്നുള്ളത് ഇനിയിപ്പോൾ എന്ത് തന്നെ ആയാലും നിങ്ങളെ കൗണ്ടർ കേസ് കൊടുത്തിട്ട് യാതൊരു കാര്യമില്ല. ആൾക്കാർ ക്ലിയർ ആയിട്ട് ഇത് മനസ്സിലാവും. നിങ്ങളത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ലെവലിൽ ചെയ്യണമായിരുന്നു. അപ്പോൾ ഒരു മനുഷ്യൻ പിടിക്കില്ലായിരുന്നു. സത്യം. നിങ്ങളത് എന്താ പറയാ, പൊന്മുട്ടി ഇടുന്ന താറാവെന്ന് കണ്ടപ്പോൾ മൊത്തത്തിൽ അങ്ങോട്ട് വരാൻ നോക്കി. എന്തൊക്കെ പറഞ്ഞിട്ട് 8 ലക്ഷം രൂപ ഓൺ ദ സ്പോട്ട് സെറ്റിൽമെന്റ് ആയിട്ട് നിങ്ങൾ കൊടുക്കണം. നിങ്ങൾക്ക് എത്ര കിട്ടിയിട്ടുണ്ടാവും? അല്ല, ഇതൊക്കെ ഇവരെ തന്നെ പറഞ്ഞാൽ മതി, കൃഷ്ണകുമാറിന് തന്നെ ദീനം പറഞ്ഞാൽ മതി. ഇത് അറ്റ്ലീസ്റ്റ് ഒരു വീക്കിലെങ്കിലും നിങ്ങൾ ഓഡിറ്റ് നടത്തണമായിരുന്നു. നിങ്ങളെ ഭാഗത്ത് തെറ്റുണ്ട്. പക്ഷെ നിങ്ങളുടെ തൊഴിലാളികളുടെ വിശ്വസ്തത കാണിച്ചപ്പോൾ അതിനേക്കാൾ വലിയ പണി നിങ്ങൾ തിരിച്ചു തന്നു. തൊഴിലാളി മുതലാളി എന്ത് തന്നെ ആയിക്കോട്ടെ, ഇപ്പൊ നിങ്ങളവിടെ നിൽക്കുന്നത്, നിങ്ങളെ മുതലാളി നിങ്ങൾ നിർത്തിയിരിക്കുന്നത് നിങ്ങളെ ബന്ധുക്കളാണ് അല്ലെങ്കിൽ കസിൻസ് ആണെന്ന് തന്നെ ഇരിക്കട്ടെ, ഷോപ്പിലെ ഓഡിറ്റും അക്കൗണ്ട്സും പക്ക ക്ലിയർ ആയിട്ട് കൊണ്ടുനടക്കണം. നിങ്ങളത് കഴിഞ്ഞിട്ട് ആ പൈസ എടുത്തിട്ട് അവർക്ക് വെറുതെ കൊടുക്കേ, അലവൻസ് ആയിട്ട് കൊടുക്കേ, ബോണസ് ആയിട്ട് കൊടുക്കേ, എന്ത് വേണേ ചെയ്തോ, നോ ഇഷ്യൂ. പക്ഷേ നിങ്ങൾക്ക് അക്കൗണ്ട്സ് ക്ലിയർ ആയിരിക്കണം. അത് ഇനി നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ ഓരോ കാര്യങ്ങളും ക്ലിയർ ആയി. പക്ഷെ ഈ ഒരു കേസ് വന്ന കാരണം റീറ്റെയിൽ ആയിട്ട് ജോലി ചെയ്യുന്ന എല്ലാ കടക്കാർക്കും ഇപ്പോൾ ഒരു അവയർനെസ് ആണ്. ഇവരെല്ലാവരും ഇനി കൃത്യമായിട്ട് ചെക്ക് ചെയ്യും. ഞാനിപ്പോൾ ജോലി ചെയ്യുന്ന ഷോപ്പുകളിലൊക്കെ ഡെയിലി ക്ലോസിങ് ഉണ്ടായിരുന്നു. അവിടെ ഒരു 12 രൂപ അല്ലെങ്കിൽ 30 രൂപ, ഒരു 10 രൂപ താഴെ വരെ പ്ലസ് ആൻഡ് മൈനസ് ഓണർ സമ്മതിക്കുമായിരുന്നു. അതിനപ്പുറത്തേക്ക് ഒരു 50 രൂപ ആയാൽ പോലും അത് ചെക്ക് ചെയ്യും. എന്താ ഇത് ക്ലിയർ ആക്കിയിട്ട് പിറ്റേ ദിവസം ജോലി തുടങ്ങിയാൽ മതി എന്നവർ പറയും. അവരത് പറയണം. എന്നുവെച്ചാൽ അവര് ഉണ്ടാക്കിയ കാശാണത്. അവര് കഷ്ടപ്പെട്ട് അവര് ലെവലാക്കിയ കടയാണത്. അവര് നമുക്ക് കാശ് തന്നിട്ട് നമ്മളൊരു ജോലിക്കാരനാക്കി വെച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മളതിന് ഉത്തരവാദിത്വമുണ്ട്. അല്ലാതെ നിങ്ങളെ തോളി കൈ ഇട്ടിട്ട് നിങ്ങൾക്ക് ഉമ്മൻ തന്നിട്ട് നിങ്ങളെ കെട്ടിപ്പിടിച്ചിട്ടല്ല ജോലി നടത്താം.
ചീത്ത പറയുന്ന സ്ഥലത്ത് ചീത്ത പറയും. നിങ്ങൾ ചീത്ത പറയുന്ന സ്ഥലത്ത് എന്തെങ്കിലും എക്സ്ട്രാ അവർ പറഞ്ഞു, നിങ്ങൾ ജോലിക്ക് മാത്രമല്ല അവർ പേഴ്സണലി ചീത്ത പറയുന്നു, അല്ലെങ്കിൽ നമ്മൾ വീട്ടുകാരെ പറയുന്നുണ്ടെങ്കിൽ അപ്പോൾ അവിടെ ജോലി വേണ്ട നിൽക്കണം, അല്ലെങ്കിൽ പോയി കേസ് കൊടുക്കണം. നിങ്ങൾ അതൊക്കെ സഹിച്ച് 1 ലക്ഷം ഒരു ഇയർ 2 ഇയറൊക്കെ അവിടെ ജോലി ചെയ്ത് എന്നിട്ട് അവസാനം ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ പറയുന്നത് ഇവരിങ്ങനെയായിരുന്നു. അതൊന്നും വില പോവില്ല മക്കളെ. നിങ്ങൾ സത്യത്തിൽ പെട്ടു. അത് തന്നെ ഇതിനുള്ളൂ. അത് എത്രയും പെട്ടെന്ന് കേസുകളൊക്കെ ഒഴിവാക്കിയിട്ട് എടുത്ത കാശ് സ്റ്റേറ്റ്മെന്റ് നോക്കി കിട്ടും. എടുത്ത കാശ് ആ കണക്ക് പോലെ നോക്കി ഒരു അക്കൗണ്ടന്റിൻ്റെയോ അല്ലെങ്കിൽ ഒരു ഓഡിറ്ററിൻ്റെയോ എടുത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയറായിട്ട് അതെല്ലാം ക്ലിയറാക്കി ഒരു എക്സലിട്ട് സോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കാശ് വന്നിട്ടുണ്ടെന്ന് കിട്ടും. അത് ക്ലിയർ ആക്കി കൊടുക്കുന്നതാണ് ഏറ്റവും ഉചിതം. അല്ലെങ്കിൽ നിങ്ങൾ പെടും. കോടതി ആയതുകൊണ്ട് കുറച്ച് കാലതാമസം ഉണ്ടാവും, പക്ഷെ അവസാനം നിങ്ങൾ തന്നെ ആയിരിക്കും പെടാൻ പോണത്.